ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കണ്ണൂരിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് സെർവ് ചെയ്യുന്ന ഒരു അച്ചാറാണിത്. ബീറ്റ്റൂട്ടും ഡേറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ചെറുതായിട്ടൊരു മധുരത്തോടു കൂടിയുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 10 ഗ്രാമോളം ഇഞ്ചി ഒന്ന് സ്ലൈസ് ചെയ്തതും, ഒരു മുഴുവൻ ആയിട്ടുള്ള വെളുത്തുള്ളി അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറണമെന്നില്ല. ആ ഒരു സമയത്ത് 2 മീഡിയം സൈസ് ഗ്രേറ്റഡ് ആയിട്ടുള്ള ബീറ്റ്റൂട്ടോ അല്ലെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. ആ ഒരു ചെറുതായിട്ട് നല്ല പൊടിയായിട്ടാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം തന്നെ ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബീറ്റ്റൂട്ടൊന്നും വേവിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ അധിക നേരം ആയി പോവാനും പാടില്ല. ഇനി ഇതിലേക്ക് 10 ഡേറ്റ്സ് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. 10 എണ്ണം മതിയാവും ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വിനാഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനുമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ തന്നെ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൺസിസ്റ്റൻസി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പിക്കിൾ ഇവിടെ റെഡിയാണ്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലും അതെ. അതല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.